കുഞ്ഞാപ്പോ കണ്ടിട്ട് ഞാനിവിടെ ഉണ്ടാകുന്നില്ല കുഞ്ഞാപ്പോ. എനിക്ക് ഒന്നും പറയണ്ട, ഒന്ന് ചെറുതായിട്ട്. എനിക്ക് പനിയാണ്. ഇങ്ങനെ പനിക്കാതെ നിൽക്കുക, തെക്കോട്ട് ഇങ്ങനെ നടക്കല്ലേ, ഒരു പനിയില്ലാതെ. അവിടെ ഇവിടെയൊക്കെ നടക്കല്ലേ. ഇജ്ജ് രാത്രി പാതിരക്കൊക്കെ അത്ര പെരയിൽ പോക്ക്. അങ്ങനൊക്കെ പറഞ്ഞാ? അങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ പെരയിലിങ്ങനെ കുത്തിരുന്നിട്ട്? വേറെ ഒരു പണിയില്ലല്ലോ എനക്ക്. ഇജ്ജിങ്ങനെ നടന്നോ? ഇജ്ജിന്നെ കണ്ടില്ലേ രാത്രി പോണത്? രാത്രി കണ്ടില്ലേ, ഇമ്മ പറഞ്ഞു, ഇമ്മനോട് ഇറക്കാൻ പറഞ്ഞാണ് നടന്നോ. അങ്ങനെയൊക്കെ നടന്നെങ്കിലേ കല്യാണക്കാരൊന്നും കിട്ടൂല മോനെ. അപ്പൊ അല്ല അതൊക്കെ പോട്ടെ, ഇജ്ജിപ്പോ ആരുണ്ടാവില്ല. എന്താ അടിച്ചോരന്? അടിച്ചോര് ഇവിടെ വൃത്തിയാക്കിയടാ. എന്തേ? അതെ, എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിരിക്കണ ഉമ്മ. എന്നാ എന്നോട് പറഞ്ഞ ഒന്നും നടക്കൂല പറഞ്ഞിരിക്കണേ. അങ്ങനെ പറഞ്ഞാ? ഉമ്മ പറഞ്ഞിരിക്കണ്, ഇജ്ജ് ബാബാനോട് നീട്ടണ്ട, അന്നെ ഇന്ന രണ്ടാൾക്കാര് കാണാൻ വരുന്നുണ്ട്, ഇവിടെ അന്വേഷിക്കാൻ വരുന്നുണ്ട്. അപ്പൊ രണ്ടാൾക്കാര് അന്വേഷിക്കാൻ വരുന്നത് എന്നോട് പറയരുത് പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് ഞാൻ പറയില്ല. ആരാ വരുന്നത്? അത് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ആ പെണ്ണിന്റെ വീട്ടുകാര് വരുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് നടന്ന് പറയും. എന്നിട്ട് കല്യാണം മടങ്ങും ചെയ്യും. എന്റെ ആ ഉണ്ണിനുള്ളിലെ പൂതിണ്ടല്ലോ, അത് ചിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണ്ട. ശരി. അപ്പൊ രണ്ടാള് വരുന്നുണ്ട് കാണാനല്ലേ? രണ്ടാളെന്നല്ല, കുറച്ച് തോന്നെ ആൾക്കാർ വരുന്നത്. ഇപ്പൊ ഞാൻ പറയില്ല. കുഞ്ഞാപ്പൂന്റെ കല്യാണം ഏകദേശം റെഡി ആയി. അത് ഓർക്ക് ഇനിയിപ്പൊ എന്നോട് പറയല്ലേ, എന്നോട് പറയണ്ടട്ടാ. ആരോടും പറയും വേണ്ട. അതെ, ഇന്ന കല്യാണം കഴിക്കാനേ തൃശ്ശൂരിൽ നിന്നാണ് ആൾക്കാര്. അത്ര ദൂരത്തുനിന്നാ? അവിടുത്തെ ഒരു ആൾക്ക് ഇഷ്ടമായിക്കുന്നു. എങ്ങനെ ഫോട്ടോ കണ്ടത്രേ. എങ്ങനെ ഫോട്ടോ കിട്ടിയാവോ? ആരെ കൊടുത്താത്ര ഫോട്ടോ. അപ്പൊ ഒരു പറഞ്ഞ് എന്താണ്, ഒരു ഇവിടെ ഒന്ന് അന്വേഷിക്കട്ടെ, പെണ്ണ് എന്നിട്ട് വന്നിട്ട് കണ്ടാ മതിയായിരുന്നു. അപ്പൊ രണ്ടാൾക്കാരും കൂടി വരും പറഞ്ഞു, മൂന്നാൾക്കാരെ. അപ്പൊ ഒരു പറഞ്ഞു, അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ ഈ വരന്റെ ചുറ്റോറൊക്കെ ഒന്ന് അടിച്ചോരിക്കോ, ഇനി ഓച്ചങ്ങള് എങ്ങനത്തെ ആൾക്കാരാന്ന് പറയാനില്ലല്ലോ. ഞാൻ അടിച്ചോരി കഴിഞ്ഞിക്കണ്. അപ്പൊ ഓര് ഇവിടെ വന്നു. ആദ്യം വടക്കുറത്ത് വന്നു നോക്കുക. വടക്കുറത്ത് വന്നു നോക്കും. അപ്പൊ ഇനി ഒരു അടിച്ചോരിട്ട് പറ്റാതെ പോയാലോ വെച്ചിട്ട് പേടിച്ചിട്ടേ. അപ്പൊ ഞാൻ കാര്യം നടക്കുവോ? നടക്കാതെ ഇപ്പഴത്തെ പിരാഗിയ പിന്നെ എങ്ങനെ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത് തന്നെയാണ്. ജീവി എല്ലാം പിരാകും. അല്ല എന്നിട്ട് പോലും വരുമ്പോ എന്തൊക്കെ ഒരുക്കിക്കണൂടെ? കൊടുക്കണ്ടേ? എന്താണെന്ന് അറിയില്ല. അമ്മ പറഞ്ഞു ബേക്കറി മേടിക്കാന്ന്. ബേക്കറി ബിസ്ക്കറ്റ് ആവൂലേ? എന്തെങ്കിലും കൊടുക്കണ്ടേ? ഓൽക്കും കൊടുക്കണം, എനിക്കും വേണം. ഓൽക്ക് കൊടുക്കണ കയറ്റ് പോയി തിന്നെടുത്തിട്ടാ. അത് വേണ്ടല്ലേ? അത് ചെയ്യാൻ പാടില്ല. ഇജ്ജി പറഞ്ഞമാര് ഉമ്മ പറഞ്ഞടാ, ഇജ്ജി ഓർക്ക് തിന്നാൻ കൊടുക്കാൻ പോകുമ്പോ അതിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് കഴിയിട്ട് വാണ്ട എന്താണ് എന്നോട് ഇന്റെ അമ്മ പറഞ്ഞിരിക്കണില്ലത്? ഇല്ല, ഞാൻ അറിഞ്ഞിട്ട് ഇപ്പോഴാ അറിഞ്ഞത്. എന്റെ അമ്മ എല്ലാം പറയും, അപ്പൊ ഇജ്ജ പറയുള്ളൂ. എന്നിട്ട് എവിടെ അമ്മ? ഇമ്മ ഇവിടെ ഉണ്ട്. ഇമ്മ വണ്ടി അവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇമ്മ ഇസ്തിരിപ്പെട്ടി മേടിക്കാൻ പോയിക്കാരാ. ഒരു വരുമ്പോ ഉമ്മാക്ക് തുണി പാട്ടിട്ട് ഇസ്തിരിപ്പെട്ടി ഇരിക്കണ്ടേ? അത് ശരി. അവ കുഞ്ഞാപ്പൂ എല്ലാം ഇച്ചിട്ടുണ്ട് അല്ലേ? ജെല്ലാം ഇടുന്നുണ്ട്, സ്ഥിരമൊക്കെ ഇട്ടിട്ട് പുതിയാപ്പിളായിട്ടൊക്കെ ഇട്ട്. ഇസ്തിരിയൊന്നും വേണ്ട. ഇമ്മ അറിഞ്ഞ ഇസ്തിരിപ്പെട്ടി മേടിക്കട്ടെ, ഇമ്മാക്ക് നല്ലതിൽ നിൽക്കണത്രേ. ഇപ്പൊ ആ പെണ്ണ് വന്നിട്ടുണ്ടെങ്കില് ഇമ്മാക്ക് കാണണ്ടേ? പെണ്ണിപ്പോ വരൂല, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവരുള്ളൂ. അപ്പം അമ്മായിമ്മ നല്ല അമ്മായിമ്മന്ന് അറിഞ്ഞിട്ടേ ഉമ്മ വളവത്തിയാണ്. നിങ്ങളെ നിക്കുവോ? ഉമ്മ നിങ്ങളെ നിക്കൂല. പെണ്ണിവിടെ വന്നാ പിറ്റേന്ന് തെറ്റി പോവാന്നറിയാം. ഉമ്മാന്റെ സ്വഭാവം പേടിക്കാനൊന്നുമില്ലടാ. ഉമ്മ പണിക്ക് പോകണ്ടല്ലോ. ചോറൊക്കെ അമ്മ കൊണ്ടു കൊടുക്കല്ലോ. അത് ശരി. അപ്പൊ ഇജ്ജൊന്നും ചെയ്യൂല? ഞാൻ പാത്രമൊക്കെ മുറി കൊടുക്കും, ഇതേമാതിരി അടിച്ചോരി കൊടുക്കും. അത്രക്കും ഇജ്ജ് പണിക്ക് പോവില്ല? പണിക്ക് പോവും. വന്നിട്ട് കൊറേ കഴിഞ്ഞാല് ഞാനാ പണി കൂടി തൊഴിലുറപ്പിന് പോകും. അല്ല, കുടുംബക്കാരോട് വരാൻ പറഞ്ഞില്ലേ? കുടുംബക്കാര് മൂത്താപ്പ ഒന്നും പറഞ്ഞില്ലേ? കുടുംബക്കാര് അറിഞ്ഞിട്ടുണ്ടല്ലേ? ഉമ്മ പറയേ തോട്ടിമ്മ കുത്തോളൂ എന്നുവെച്ചാല് പറഞ്ഞു. ഉമ്മ തോട്ടിമ്മ കുത്തോളൂ, ഇപ്പൊ അത് അറിയിക്കണ്ട, അത് നടന്ന് പറയും, എങ്ങനെയെങ്കിലും ഈ കാര്യം നടക്കട്ടെ, അത് റെഡി ആയതിനു ശേഷം പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞത്. അപ്പുറത്ത് വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടോ? അയൽവാസിയോട് പറയുന്നുണ്ട്. അവിടുന്ന് വർത്താനം കേൾക്കണ്ടല്ലോ. അയൽവാസിയോട് പറഞ്ഞാലും കുടുംബക്കാരോട് പറയില്ല. അടുത്തെടുക്കണ അയൽവാസിനായി നന്ന് അല്ല അങ്ങനെ ചൊല്ലുണ്ടല്ലോ. അടുത്ത് കിടക്കണ കുടുംബക്കാരെ നന്ന് അകലെ കിടക്കണ അയൽവാസികളെന്ന് പറയാം. ഓരോട് പറയണം. കാരണം ഓരോട് പറയണം.
കുടുംബക്കാരോടൊന്നും ഇപ്പൊ പറയണ്ട. അത് ശരി. ഈ കാര്യമൊക്കെ ശരിയാക്കേണ്ട ദിവസം പറയാന്ന് അങ്ങനെ പറഞ്ഞു. മുടക്കും. ഞാനിപ്പോ ഇവിടെ വന്ന കാരണം എനിക്ക് അറിയാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാനോടും പറയണ്ടട്ടാ. ഞാൻ ആരോട് പറയണു കുഞ്ഞാപ്പോ? ഞാൻ ആരോടാ പറയാ? കല്യാണം കഴിഞ്ഞിട്ട് വേണം ആ പെണ്ണിന്റെ ഒപ്പം ഇങ്ങനെ യാത്ര പോകാനൊക്കെ, പല സ്ഥലത്തും കാണാനൊക്കെ പോകണം. അത് ശരി. എന്റെ കുടുംബത്തിൽ പോവാ, ചായ കുടിക്കാ, ചോറ് കഴിക്കാ, ആ ഒരു ചിന്ത ചെയ്യുന്ന വഴി. ബസീരെ കല്യാണം കഴിഞ്ഞാലേ ബസീരെ കാണാൻ തന്നെ കിട്ടുന്നില്ല. പെണ്ണിന്റെ ഒപ്പം പിന്നാലെ നടക്കണല്ലേ. പെങ്കോന്തനാവും. അതാരാ പറഞ്ഞേ? പിന്നാലെ ബസീർ പെങ്കോന്തനാണ്. ഇനി പെങ്കോന്തനായിട്ടില്ല നീ. ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിച്ചാൽ ഞാനും പെങ്കോന്തനാവും. പറയാൻ പറ്റൂലേ, പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്നവരൊക്കെ പെങ്കോന്തന്മാരാ. പെങ്കോന്തന്മാരാ? അപ്പൊ അങ്ങനെ രണ്ടാളും പെങ്കോന്തന്മാരായിട്ട് അനക്ക് അസൂയാണ്. എന്നാ കുഞ്ഞാപ്പോ ഞാൻ പണി കഴിക്കോ, ഞാൻ പോട്ടെ, അടിച്ചോരി കളാം. അവര് വരുമ്പോഴത്തേനൊക്കെ വൃത്തിയാക്കട്ടെ.